ഒരിക്കൽ ഒരു കൊച്ചു പെൺകുട്ടി തന്റെ അമ്മയുടെ കൈകൾ എപ്പോഴും നോക്കി നിൽക്കുമായിരുന്നു. ആ കൈകൾ ഒട്ടും ഭംഗിയുള്ളവയായിരുന്നില്ല. തൊലി കരിഞ്ഞും വിണ്ടുകീറിയും തഴമ്പിച്ചുമിരിക്കുന്ന ആ കൈകൾ കാണുമ്പോൾ അവൾക്ക് വല്ലാത്ത സങ്കടം തോന്നും. സ്കൂളിൽ പോകുമ്പോൾ മറ്റു കുട്ടികളുടെ അമ്മമാരുടെ മൃദുവായ വെളുത്ത കൈകൾ കാണുമ്പോൾ അവൾക്ക് തന്റെ അമ്മയുടെ കൈകൾ കാണിക്കാൻ നാണക്കേടായിരുന്നു. ഒരു ദിവസം അവൾ ചോദിച്ചു, അമ്മേ, എന്തുകൊണ്ടാണ് അമ്മയുടെ കൈകൾ ഇത്രമാത്രം വിരൂപമായിരിക്കുന്നത്? എനിക്കിത് കാണുമ്പോൾ പേടി തോന്നുന്നു. അമ്മ പുഞ്ചിരിച്ചുകൊണ്ട് ഒന്നും മിണ്ടിയില്ല. എന്നാൽ അന്ന് രാത്രി അച്ഛൻ അവളെ അരികിൽ വിളിച്ച് ഒരു പഴയ കഥ പറഞ്ഞുകൊടുത്തു. മോളെ, നീ ജനിച്ച് ഏതാനും മാസങ്ങൾ മാത്രം പ്രായമുള്ളപ്പോൾ നമ്മുടെ പഴയ വീട്ടിൽ ഒരു വലിയ തീപിടുത്തമുണ്ടായി. വീടാകെ പുകമൂടി. നിന്റെ തൊട്ടിലിനു ചുറ്റും തീ ആളിപ്പടർന്നു. നിന്നെ രക്ഷിക്കാൻ ആർക്കും ധൈര്യം വന്നില്ല. എന്നാൽ നിന്റെ അമ്മ, അവളൊന്നും ആലോചിച്ചില്ല. ആളിപ്പടരുന്ന തീയിലേക്ക് അവൾ നഗ്നമായ കൈകൾ നീട്ടി. നിന്റെ തൊട്ടിൽ കത്താൻ തുടങ്ങിയപ്പോൾ ആ തീജ്വാലകളെ സ്വന്തം കൈകൾ കൊണ്ട് അടിച്ചമർത്തിയാണ് അവൾ നിന്നെ കോരിയെടുത്തത്. അച്ഛൻ തുടർന്നു, നിന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി നിന്റെ അമ്മയുടെ കൈകൾ അന്ന് വെന്തുപോയി. അന്നുമുതൽ ആ കൈകൾ ഇങ്ങനെയാണ്. ആ മുറിപ്പാടുകൾ നിനക്ക് നൽകിയ ജീവിതത്തിന്റെ അടയാളങ്ങളാണ്. ഇതുകേട്ട മകൾ പൊട്ടിക്കരഞ്ഞുപോയി. അവൾ ഓടിച്ചെന്ന് അമ്മയുടെ ആ തഴമ്പിച്ച കൈകളിൽ ഉമ്മവെച്ചു. ലോകത്തിലെ ഏറ്റവും മനോഹരമായ കൈകൾ ഇതാണെന്ന് അവൾക്കന്ന് ബോധ്യമായി. പുറമേയുള്ള ഭംഗിയല്ല യഥാർത്ഥ സ്നേഹത്തിന്റെ അടയാളം. മറ്റൊരാൾക്കുവേണ്ടി നാം ഏറ്റുവാങ്ങുന്ന മുറിവുകളും നാം ചെയ്യുന്ന ത്യാഗങ്ങളുമാണ് നമ്മളെ മനോഹരമാക്കുന്നത്. സ്നേഹം എന്നത് നൽകലാണ്, സ്വന്തമാക്കലല്ല.